ഹലോ. ഇന്നല്ലേ ഭയങ്കരമായി ലേറ്റായ ദിവസമാണ്. ഓൾമോസ്റ്റ് 12:30 ഞാൻ ലഞ്ച് ഉണ്ടാക്കാൻ പോലും തുടങ്ങിയിട്ടില്ല. അപ്പം ഞാൻ വേഗം ലഞ്ച് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഇന്ന് ഫ്രൈഡ് റൈസും ചിക്കനും ആണ്, അതുകൊണ്ട് ഈസിയാണ്. ഞാൻ എല്ലാം കുളിക്കുന്നതിൻ്റെ മുന്നേ ചിക്കനൊക്കെ നേരെയാക്കി പരട്ടി വെച്ചു, എല്ലാ സാധനങ്ങളും ചെയ്തു. അപ്പം ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ഇന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത്, ആതിര പറഞ്ഞതെന്ന് അവളുടെ അമ്മ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസ് ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ സാധാരണ പോലെ ഇന്നിപ്പോൾ കുറച്ചൊരു വെറൈറ്റി, എന്താ പറയുക, കുരുമുളകും ഒക്കെ ഇങ്ങനെ ഇതാക്കി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും. രമേശേട്ടൻ വന്നു. രമേശേട്ടൻ മിത്തുക്കുട്ടീനെ സ്കൂളിലേക്ക് എന്ന് പറയുന്നത്, ഇന്ന് മിത്തുക്കുട്ടിക്ക് മ്യൂസിക് ക്ലാസ് ഉണ്ട്. എന്തായാലും ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്യാം. ഇപ്പൊ ഇവിടെ കാഷ്യൂ ഒക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത്? ആവശ്യമുള്ളപ്പോ മാത്രം മേടിച്ചു. കാരണം എന്താ അറിയോ, അന്ന് ഗോവയിൽ പോയപ്പോ അവിടെ ഒരു നല്ല ഒരു ഫാക്ടറിയിലായിട്ട് അന്ന് നമുക്ക് കോണ്ടാക്ട് കിട്ടിയിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾക്ക് എപ്പോ വേണിച്ചാലും കാഷ്യൂനായിട്ട് നമ്മൾ അയച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ആ നമ്പറിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് അവർ നല്ല അടിപൊളി ഒരു 4 പാക്ക്, അതായത് ഇവിടെയൊക്കെ നമ്മളിപ്പോ ഒരു കിലോ 1200 1300 വെച്ചാല് അവിടെ 600 അല്ലേ, അത്രയും വിലക്കുറവില്ല, നല്ല ക്വാളിറ്റി. അങ്ങനെ 2-3 പാക്കറ്റ് ഇത്ര പാക്കറ്റോടെ നടത്തുന്നത്. ഇവിടെ കുറച്ച് വെച്ചതേ ഓർമ്മയുള്ളൂ. കുട്ടിഭൂതം വലിയ ഭൂതം. പിന്നെ ഇല്ല, ഞാനത് ചോദിച്ചു, ഞാൻ 500 പാക്കറ്റ് എടുത്ത് ഞാൻ എന്റെ എടുത്ത് വെച്ചു. ഞാൻ അത് മാത്രമേ യൂസ് ചെയ്തു, ബാക്കി 3 ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അടുത്ത് ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞ പറയാം കാഷ്യൂ അത് മുഴുവൻ അടിച്ചു പിന്നിട്ട് അതൊന്നല്ല. ഇത് രാവിലെ വരിക കാഷ്യൂ എടുക്കുക, അതിങ്ങനെ പൊളിക്കുക, കഴിക്കുക. ഇതിങ്ങനെ പൂർണ്ണയാണ്. അവസാനം ബിരിയാണിക്ക് ഇടാൻ പോകുമ്പോ കഴിക്കില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇപ്പൊ ഞാൻ പറയും, എപ്പോഴാണോ കാഷ്യൂ വേണ്ടി പോയിട്ട് വെച്ചത്. ഈ സാധനം അടുക്കളയിൽ ഇരിക്കില്ല, അതാണ് പ്രശ്നം. ഇത് ഇരിക്കില്ല, ഇത് അടിച്ച് കഴിച്ചുകൊണ്ടിരിക്കാം. ഇതൊന്നും ഇപ്പൊ പകുതി പോകും. ഇപ്പൊ ഞാൻ ഭയങ്കര ഡയറ്റിംഗ് ആണ്, ഓക്കെ. പക്ഷെ സംഭവം എന്താ വെച്ചാലോ, ഇത്രയും കാഷ്യൂ ഒരു ദിവസം കഴിക്കാൻ ഇങ്ങനെ അടിച്ചു പിന്നിക്കണേ. അതുകൊണ്ട് ഗോവയുടെ ഞങ്ങള് താഴത്തുനിന്ന് പോയിട്ട് ഓരോന്നിനും എടുത്തെന്തെന്ന് പറഞ്ഞു. അതാണ് ഞാൻ പാക്കറ്റ് പിടിച്ചു കൊടുക്കുന്നത് കാഷ്യൂ. അപ്പൊ രമേശേട്ടൻ മിത്തുവിനെ കോണ്ടാക്ട് സമയത്ത് ഞാൻ പറഞ്ഞു കാഷ്യൂ വാങ്ങണം. കാഷ്യൂവും കിസ്മിസും ഒക്കെ വറുത്തിട്ടിട്ടുള്ള നമ്മുടെ നാട്ടില് കല്യാണത്തിന്റെ തലേദിവസമൊക്കെ കിട്ടുന്ന ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടല്ലോ, അപ്പൊ അതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കല്യാണത്തിന്റെ തലേദിവസം ഇത്ര നല്ല ഫ്രൈഡ് റൈസ് മറ്റേ കാഷ്യൂ ഒക്കെ ഇട്ടിട്ട് തരുമോ? കല്യാണത്തിന്റെ പക്ഷെ നല്ല ടേസ്റ്റ് അല്ലേ കല്യാണത്തിന്റെ തലേദിവസമൊക്കെ ഉള്ള. പക്ഷെ നമ്മുടെ ഒന്നും കല്യാണ സമയത്ത് അങ്ങനെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. അതിനൊന്നും ഓർമ്മിപ്പിക്കരുത് സ്വപ്തി, വെറുതെ ആവശ്യമില്ലാതെ വെറുതെ സൺഡേ പോയി കിട്ടും. ഇതൊക്കെ ചുമ്മാ അതിന്റെ മുന്നിൽ ഇരുന്ന് പറയണതാണ്. സത്യമായി അക്സെപ്റ്റ് ചെയ്യാൻ എന്താണ് ഇത്ര കുഴപ്പം? അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. കല്യാണത്തിന്റെ തലേദിവസം ഞാൻ കാരണം നമുക്ക് കല്യാണത്തിന്റെ തലേദിവസം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുക നമ്മുടെ കസിൻസിന്റെ വരെ ഒക്കെ, നമ്മുടെ സ്വന്തം മീൻസ് നമ്മുടെ സ്വന്തം വീട്ടിലുള്ള ഇതുപോലും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആസ്വദിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് എനിക്ക് തോന്നിയില്ല. കാരണം നമ്മുടെയൊക്കെ പിന്നെ എനിക്കൊക്കെ ഒരാഴ്ച മുന്നേ തന്നെ എൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടു. കല്യാണത്തിൻ്റെ 1 വീക്ക് കൊണ്ട് ഞാൻ ഓർമ്മ നഷ്ടപ്പെട്ട രീതിയിലായിരുന്നു. കാരണം അത് അറേഞ്ച് ചെയ്യണം, ഇത് അറേഞ്ച് ചെയ്യണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, എല്ലാം നമ്മളിങ്ങനെ ഓടി നടക്കുമ്പോൾ നമ്മളെ വീട്ടിലുള്ള കല്യാണം ആകുമ്പോഴും ഒക്കെ നമുക്കിങ്ങനെ നമ്മളെ കസിൻസിൻ്റെ കല്യാണം, അപ്പോൾ നമുക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റി കുറവല്ലോ. അതൊക്കെ ഓർമ്മ. അവിടെ എന്ത് കല്യാണം എനിക്ക് ഓർമ്മയില്ല. എന്റെ അച്ഛനോട് ചോദിച്ചാലും ഇതാ പറയുക, അച്ഛനോട് ചോദിച്ചാലും ഇതാ പറയുക, അച്ഛനെന്താ പറയുക. അച്ഛനോട് ചോദിക്കുമ്പോ കല്യാണത്തിന്റെ അച്ഛൻ പറയും എനിക്ക് ഒന്നും ഓർമ്മയില്ല അവിടെ. അതൊരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ എന്റെ പെൺകുട്ടികൾക്ക് ടെൻഷൻ ശരിയാ. അയ്യോ അച്ഛനൊക്കെ എന്തുപോലെ ആയിരുന്നു ആ സമയത്ത്. പക്ഷെ നമ്മുടെയൊക്കെ സമയത്ത് ഒരു 16 years ബാക്കിലൊന്നും ഇങ്ങനെ ഒരു ഭയങ്കരമായ കല്യാണത്തിന്റെ ഇതൊന്നും ഇല്ല അല്ലെ. അതായത് ഹൽദി, മെഹന്തി, പിന്നെ തലേ ദിവസം 1000 ആൾക്ക്, അന്നത്തെ ദിവസം 1000. ഇപ്പൊ ശരിക്കും പറഞ്ഞ കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെയൊക്കെ നാട്ടിൽ പൂരത്തിന്റെ പ്രതീക. സത്യം. ആദ്യം കൊടിയിടുക എന്ന് പറഞ്ഞ പോലെ, കൊടിയിറക്കം വരെ എന്ന് പറഞ്ഞ പോലെ ചടങ്ങുകളില്ലേ. ഒരു ചെറിയ കാര്യം എനിക്ക് തോന്നാണ്ട് ഇങ്ങനെ തോന്നുകട്ടോ. രമേശേട്ടന്റെ അഭിപ്രായം പറയണേ. കാരണം ഞങ്ങളിങ്ങനെ അല്ലല്ല ഉള്ളി ഒക്കെ റെഡിയാക്കി, അതുകൊണ്ട് പെട്ടെന്ന് സോർട്ട് ചെയ്ത് എടുക്കേ വേണ്ടു.
ഞാൻ റെസിപ്പി വേറൊരു ദിവസം കാണിക്കാം. അതിന് മുന്നേ ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. ഇനി മുതൽ വീഡിയോസ് വൈകിട്ട് 6:30 നമ്മുടെ മെയിൻ വീഡിയോസ് ഇടുന്നത് ഉള്ള ദിവസം മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ഈവനിങ് ആക്കിയിട്ട് ഷോർട്സ് ഡെയിലി ഉച്ചയ്ക്ക് 1:30 ആക്കാനാണ് നമ്മുടെ പ്ലാൻ. മറ്റേത് ഷോർട്സ് ഈവനിങ് 6:30 ഇട്ടിരുന്ന. അപ്പൊ ഇനി മുതൽ ഡെയിലി ഷോർട്സ് ഉണ്ടാവും. പറ്റാവുന്ന ദിവസമൊക്കെ, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് എനിക്ക് എന്തെങ്കിലും വയ്യാതെ എന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ പറ്റാവുന്ന ദിവസമൊക്കെ 1:30 ഷോർട്സും വൈകിട്ടാണ് വീഡിയോ ഇടാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. എഡിറ്റിംഗ് ഒക്കെ കഴിയുമ്പോഴേക്കും ഒന്നിന്റെ വയ്യാണ്ടാവും, അല്ലെങ്കിൽ നല്ല ഹോട്ടലിൽ നല്ല ഫുഡ് ഇരുന്ന് അടിച്ച് വിളിക്കും. അതൊന്നല്ല, ഞാൻ ഭയങ്കര ഡയറ്റാണ്. ഹോട്ടലിൽ ഉച്ചയ്ക്കൊന്നും അടിച്ച് വിനിക്കില്ലല്ലോ. ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ഹോട്ടലിൽ പോകും? അത് പക്ഷെ സാറ്റർഡേ സൺഡേ ഒക്കെ മാത്രമേ ആലോചിക്കാൻ തന്നെ വേണ്ടു. അപ്പൊ രംഷേട്ടനെ കുറെ കാലത്തിന് ശേഷമാണ് ഇപ്പൊ ഒന്ന് കണ്ടു കിട്ടിയിട്ടുള്ളത്. കുറെ കാലമായിട്ട് വീഡിയോയിൽ പോലും വരാത്ത ഒരു അവസ്ഥയിലായിരുന്നു, ബിസി ആയിരുന്നു. ഇന്നിപ്പോ ഞാൻ പറഞ്ഞു ഒന്ന് വരുമോ തമ്പുരാൻ എന്ന് പറഞ്ഞിട്ട് വിളിച്ച്. അങ്ങനെയാണ്, നമ്മള് കുറച്ചു കാലം വരാതെ നമുക്കൊരു ഇമ്പോർട്ടൻസ് ഉണ്ടാവും അല്ലേ? ഞാൻ തന്നെ ക്യാമറ ഓൺ ചെയ്യണം, ഞാൻ തന്നെ എടുക്കണം, എഡിറ്റ് ചെയ്യണം, ഞാൻ തന്നെ ഷൂട്ട് ചെയ്യണം. കയ്യാണെങ്കിൽ അനക്ക വയ്യ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വെയിറ്റ് ഉണ്ട്. കലാപമണി അല്ലെങ്കിൽ ആഴ്ച ഫ്രീ ആവും, ഈ ആഴ്ച ട്രാവലിംഗ് ഉണ്ടോ, മീറ്റിംഗ് എന്നാണ്, ഇതൊക്കെ അപ്പൊ അതൊക്കെ ചോദിക്കും. പണ്ടേ എന്നല്ല കലാപമണി പറഞ്ഞ പോലെ നാട്ടിലിപ്പോ പണ്ടത്തെ പോലെ നല്ല പണിയാറില്ലേ? അതുപോലെ എന്റെ അവസ്ഥ നല്ല പണിയാണ്. എനിക്ക് പണിയെടുത്ത് ശീലമൊന്നും ഇല്ല. അത് എനിക്ക് വേർപ്പിന്റെ അസുഖം ഉണ്ട് അറിയില്ലേ? അതുപോലെ അതൊന്നല്ല, നല്ല കയ്യിന് എന്തോ പണി കെട്ടിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ എല്ലാം കൂടെ രംഷേട്ടൻ ഇപ്പൊ എന്നെ സഹായിക്കാറ് പോലും ഇല്ല. അച്ഛൻ്റെ അമ്മയുടെ ചാനലെല്ലാം എന്റെ തലയ്ക്ക് തന്നെ എല്ലാം എന്റെ തലയിൽ. അതുകൊണ്ട് ഷോർട്സ് ഒക്കെ ഞാൻ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നത്. പക്ഷെ അത് നന്നായി കയറുന്നുണ്ട്, അതുകൊണ്ട് സന്തോഷം. അപ്പൊ നിങ്ങളും സപ്പോർട്ട് ചെയ്യണം. മറ്റേത് എനിക്ക് നല്ല ഭംഗിയിൽ എന്നെ കാണിച്ച് വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ ഇത് ഇപ്പൊ അതൊന്നും ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ എന്റെ ഫോൺ ആയതുകൊണ്ട് എനിക്ക് നന്നായി ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്റെ ഫോൺ മാറ്റിയോണ്ട് ഐഫോൺ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ നല്ല ക്ലാരിറ്റിയിൽ ചെയ്യാൻ പറ്റും. എന്റെ പഴയ ഫോണും കൂടെ ആണെങ്കിൽ പിന്നെ നിർത്തിയിരുന്ന ഞാൻ ഈ പരിപാടി. ഇപ്പൊ വീഡിയോ ഒക്കെ ക്ലാരിറ്റിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ കുറെ പഠിച്ചു അല്ലേ, ക്യാമറയുടെ ആംഗിൾ ഒക്കെ ഞാൻ പഠിച്ചു. മറ്റേത് എനിക്ക് ഭയങ്കര അറിയാത്തൊരു പരിപാടി ഇരുന്നത്. ഒരു മിനിറ്റ് ഒന്നുമല്ല, നല്ല രമേശനെ വെച്ച് നോക്കുമ്പോ കുറവാ, പക്ഷെ എന്നാലും എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പൊ ഫ്രൈഡ് റൈസിന്റെ റൈസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ്. കുറച്ച് കുരുമുളക് ചതച്ചത്, ഏലക്ക, ഗ്രാമ്പൂ, പട്ടയൊക്കെ ഇട്ടിട്ടുള്ള ഫ്രൈഡ് റൈസ് ആണ്. അതിലേക്ക് റൈസ് ഒന്നിങ്ങനെ തിളപ്പിക്കാം. കാണില്ലേ ഇങ്ങനെ നിന്നാ? ഇങ്ങനെ കാണില്ലേ? ഇങ്ങനല്ല, ഇങ്ങനെ. അല്ല, മെലിഞ്ഞ പോലെ ഫീൽ ചെയ്തോട്ടെല്ലാവർക്കും. അന്ന് ഞാൻ ഷർട്ടും പാവാടൊക്കെ ഇട്ടിട്ട്, രംഷേട്ടന് നല്ല ഇഷ്ടമല്ലേ ഈ ഷർട്ടും പാവാടയൊക്കെ പെൺകുട്ടികളിട്ട് നടക്കുന്നത്? ഭയങ്കര ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ കൂതാവർഷത്തിൽ നടക്കാൻ മാത്രമേ ഇഷ്ടമുള്ളൂ. അപ്പൊ ഇപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഷർട്ടൊക്കെ ഇങ്ങനെ നോക്കിയപ്പോ വെറുതെ ഇങ്ങനെ ഇരിക്കുക, എവിടെയും പോളൊന്നുമില്ല. അപ്പൊ എന്റെ അടുത്ത് വീട്ടിലേക്കും വിടാന്ന് വിചാരിച്ച് ഒന്ന് മാറും. അടുക്കളയുടെ കാര്യം ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് റെഡിയാക്കി. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി മാത്രം, ഉപ്പും മാത്രം ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്ത് വെച്ചു. അതിലേക്ക് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ചേർക്കാത്ത തേങ്ങാപ്പാല് ചേർത്തിട്ടാ. ഇന്നലെ രംഷേട്ടനെ കൊണ്ട് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ തേങ്ങ ചേർപ്പിച്ച് വെപ്പിക്കണ്ടേ, ഒരു പണി വേണ്ടേ? അപ്പൊ ഇതൊന്നും ഞാൻ പറയും മറ്റേ നാളികേരം ഇരുന്ന് എനിക്ക് നാളികേരം ചെറിയ കൊടുക്കാൻ വേണ്ടി ഒട്ടും ഇഷ്ടമല്ല. അതൊരു ഇത് മതി. ഒന്നൊക്കെ തേങ്ങ പാലായിട്ട് എടുക്കാനാ ഇത് ചെറുകി വെച്ചത് തേങ്ങ ബുദ്ധിമുട്ടാണ്. തേങ്ങ ഇല്ല കഴിഞ്ഞു. ഞാൻ ഇരുന്ന് പാലും പിഴിയട്ടെ. പാല് ഇങ്ങനെ മിക്സിയിൽ അടിച്ച് പിഴിഞ്ഞാ മതി, അധികമൊന്നുമില്ല. വല്ലപ്പോഴും ഒക്കെ ഒന്ന് കൈ കിട്ടില്ലേ? മറ്റേ പാലിന്റെ ചട്ടനിയുടെ ചോയ വന്നാ കുഴപ്പമുണ്ട്. അയ്യോ കുഴപ്പമുണ്ട്, ഉണ്ട് ഉണ്ട്, നല്ല കുഴപ്പമുണ്ട്, നല്ല കുഴപ്പമുണ്ട് പറയില്ലേ? കുഴപ്പമുണ്ട്. അപ്പൊ ഇത് ഒരുമാതിരി ഇത് കണ്ടിരുന്ന ഒരുമാതിരിയില്ലേ, ഇതിലൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ ഇതിന്റെ ഇത് നഷ്ടപ്പെട്ടു. കുറച്ച് വെള്ളം ഇതിന്റെ ഇവിടുത്തെ റബ്ബർ ഒന്നും നഷ്ടപ്പെട്ടില്ല. രംഷേട്ടൻ എന്താ വെച്ചാൽ അടുക്കളയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രാന്ത് വരും. അപ്പൊ തുടങ്ങിയത് എവിടെ, അതെവിടെ, ഇതെവിടെ, അതെവിടെ, ടിപ്പിക്കൽ എന്താണ് അതിന് പറയാ, അമ്മാവൻ
ടിപ്പിക്കൽ അമ്മാവൻ, അതൊക്കെ ഞാൻ വിളിക്കട്ടോ. ടിപ്പിക്കൽ അമ്മാവൻ, 80s അമ്മാവൻ എന്നൊക്കെ ഞാൻ എന്തൊക്കെ വിളിക്കുന്നത് ഇതിലൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ പൊട്ടി പൊളിഞ്ഞ് പോയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞതൊക്കെ എങ്ങനെ പൊട്ടണത് പൊട്ടല. അപ്പം നമ്മുടെ ചിക്കൻ കറിയും അടിപൊളി ഫ്രൈഡ് റൈസും റെഡിയായി. നല്ല അടിപൊളി ഫ്രൈഡ് റൈസും ചിക്കൻ കറിയൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രൈഡ് റൈസും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ മിത്തുകുട്ടി വന്ന് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് മൊബൈലൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ഷോർട്സും റീൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കൊരു പാഴ്സൽ വന്നു. അപ്പോൾ ഇതിങ്ങനെ ചൂടോടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കുറച്ച് അടിപൊളി കളക്ഷൻസ് ഞാൻ ഇപ്രാവശ്യം ഓർഡർ ചെയ്തിട്ടുണ്ട്. ആമസോണിനാണ് കേട്ടോ. ഇത് ഇനാക്ഷിനി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു ഡ്രസ്സുകളാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഓർഡർ ചെയ്യണത്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫസ്റ്റ് വൺ മെയിനായിട്ട് കളേഴ്സ്, ഭയങ്കര ഭംഗിയുള്ള കളേഴ്സ്. അതിൽ ഫസ്റ്റ് വൺ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഒരു ബ്യൂട്ടിഫുൾ, എന്ത് കളറാണ് അതിനെ പറയാം, പിങ്കോ മജന്തയോ അങ്ങനെയൊക്കെ പറയാം അല്ലേ. അതിലൊരു ബ്ലൂ വരുന്നത്. പിന്നെ ഡിസൈൻസ് ഭയങ്കര വ്യത്യാസമല്ലേ, എന്ന് ഞാൻ കാണിക്കുന്ന പോലെ അല്ല. കഴുത്തൊക്കെ നോക്കിയേ, ഒരു വെറൈറ്റി കഴുത്ത്. പിന്നെ അതിന്റെ ബാക്ക് സൈഡ് കണ്ടോ, ഒരു കെട്ടാനുള്ളത്. ബാക്ക് പ്ലെയിൻ ആണ്. പിന്നെ വാഷ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏതൊരു സംഭവം ഇങ്ങനത്തെ പ്രത്യേകിച്ച് കളറൊക്കെ ആണെങ്കിൽ ഞാൻ കൈകൊണ്ടേ വാഷ് ചെയ്യുള്ളൂ, ഞാൻ വാഷിംഗ് മെഷീനിൽ എങ്ങാനും കളർ ഇളകിയാലോ വിചാരിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ പോലും ഇത് ഫസ്റ്റ് ടൈമേ അങ്ങനെ ആവശ്യമുള്ളൂ. ഇതിന്റെ പാൻറ്റും ഉണ്ട്. ഈ സെയിം ഒരു മജന്ത കളറാണ് ഇതിന്റെ പാൻറ്റ് വരുന്നത്. അടുത്തതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ്. കളർ കോമ്പിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കളർ കോമ്പിനേഷൻസ് ഒക്കെ കുറച്ചും കൂടെ നല്ലത്. ഒരു ബ്ലൂ ആൻഡ് പച്ച, ഒരു ഫ്രില്ല് വെച്ച ടൈപ്പ്. കുറച്ച് കട്ടിയുണ്ട് കേട്ടോ തുണി, അത് പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര സോഫ്റ്റ് തുണിയല്ല, പക്ഷേ കട്ടിയുള്ള നല്ല തുണിയാണ്. അതേമാതിരി ബ്ലൂവിൽ ഒരു പച്ച വർക്കായിട്ട്, പച്ച കളറ്, ബ്ലൂ ആൻഡ് ഗ്രീൻ, നല്ല കോമ്പിനേഷൻ. പിന്നെ അതിൻ്റെ പാൻറ്റ് വന്നിട്ട് ഗ്രീൻ ആണ് വരുന്നത് കണ്ടോ, ഗ്രീൻ കളർ. അടുത്തത് ഞാൻ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ കണ്ടിട്ട് വാങ്ങിയതാണ്. ഒരു ഗോൾഡൻ ആൻഡ് ബ്ലാക്ക്. എൻ്റെ ഫേവറേറ്റ് ആണ് ഈ ബ്ലാക്ക്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഇത്ര ഭംഗിയാന്നൊക്കെ, നല്ല സൂപ്പർ സംഭവം, നല്ല അടിപൊളി. ഇത് കുറച്ച് വണ്ണം കുറവുള്ള ആളുകൾക്ക്, എനിക്കിത് ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിയത്. ആർക്ക് വേണമെങ്കിലും ഇടാം, പക്ഷെ വണ്ണം കുറവുള്ള ആളുകൾക്ക് ഈ തടി തോന്നിക്കാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സുകളാണ് ഇതൊക്കെ. അപ്പം ഞാനിടുമ്പോൾ ഒന്നുകൂടെ തടി തോന്നും, പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത്. നല്ല രസമുണ്ട്. ഇതിന് ചെറിയ പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചെറുതായിട്ട് പോക്കറ്റ് ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ അല്ലേ ഈ ഒരു ഗോൾഡൻ. അതിൻ്റെ ഷേപ്പ് നോക്കി, നല്ല ഒരു വി ഷേപ്പില് ഗോൾഡൻ വിത്ത് അതേപോലെ ബ്ലാക്കില് ഫുള്ള് ഗോൾഡൻ ഡോട്ട്സ് ആയിട്ടാണ്. ഫ്രില്ല് പോലെ കിടക്കില്ലേ, അത് എനിക്ക് അങ്ങനത്തെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് മാച്ച് ആവോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ സ്ലീവ്സ് വരുന്നത് ഇങ്ങനെയാണ്. അതായത് 2 കളറാണ്, ഒന്ന് ഗോൾഡനും ഒന്ന് ബ്ലാക്കും വെച്ചിട്ടുള്ള കളർ. കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു അടിപൊളി ഡ്രസ്സാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുക്കാം. ആമസോണിനാണ് എല്ലാതും വാങ്ങിയത്. അടുത്തത് ഒരു ബ്യൂട്ടിഫുൾ കളർ. ഇതിൽ പ്രാവശ്യം എല്ലാം ഞാൻ കളേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. കണ്ടോ, നല്ല ഭംഗിയില്ലേ ഈ ഒരു കളർ. ഇതെന്ത് കളറാന്ന് പറയാ, ഗ്രേയില് ഇത് വരുന്നത്. എനിക്ക് സ്ലീവ്സ് ആണ് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഒരേ ടൈപ്പ് ഓഫ് സ്ലീവ്സേ അല്ല, അതായത് 2 കളർ കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ സ്ലീവ്സിലും ആ 2 കളേഴ്സ് ഉണ്ട്. ഈ ഒരു മജന്ത പിങ്കിൻ്റെ കൂടെ ഈ ഒരു കളറ്. ഇതിൻ്റെ ഏറ്റവും രസമായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ബാക്ക് സൈഡാണ്. അടിപൊളി. ഇത് ബാക്ക് ആണോ ഫ്രണ്ട് ആണോ എന്നാണ് ഇപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് ഫ്രണ്ട് ആയിട്ട് ഇടാൻ പറ്റുമോ എന്ന് എനിക്കൊരു സംശയം. പറ്റില്ല, കാരണം അതിൻ്റെ കഴുത്ത് അങ്ങനെയാണ്. പക്ഷെ ഇതിൻ്റെ ബാക്ക് സൈഡ് കാണാനാണ് ഏറ്റവും ഭംഗി. പാൻറ്റും വരുന്നത് കോൺട്രാസ്റ്റ് ആണ്. എല്ലാത്തിൻ്റെയും ഞാൻ ഈ കാണിച്ച എല്ലാത്തിൻ്റെയും അങ്ങനെ ഒരു കോൺട്രാസ്റ്റ് കളർ പാൻറ്റും ഒരു പ്രത്യേക തരം ഭംഗിയുള്ള ടോപ്പുമാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ഫ്രിൽ ടൈപ്പ് പാറ്റേൺ ആണ് ഇതിൻ്റെയും കഴുത്ത്. ഇത് പ്ലെയിൻ ആണ്, ഇതിൽ പ്രത്യേകിച്ച് വർക്ക് ഒന്നുമില്ല, പക്ഷെ നല്ല രസമുണ്ട്. ഒരൊറ്റ കളർ ഫ്രില്ല് വരുന്നത്. നല്ല കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഒരു കട്ടിയുള്ള, ബാക്കിയുള്ളതിനേക്കാളും ഒരു ഇത്തിരി കട്ടി കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഈ ഒരു ഇതിൻ്റെ എടുത്ത് നോക്കിയത്. എല്ലാം സെയിം ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ എല്ലാം ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. എല്ലാത്തിൻ്റെയും ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇനി ഒരു ഗ്ലാസ് ചായ കുടിക്കാനുള്ള സമയമായി. ചായ കുടിച്ച് ഞങ്ങളൊന്ന് പുറത്തൊന്ന് നടക്കാൻ ഇറങ്ങട്ടെ. മൺഡേ ടു ഫ്രൈഡേ ഭയങ്കരമായിട്ട് എക്സസൈസൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കൈയിൻ്റെ പെയിനൊക്കെ തുടങ്ങിയതിന് ശേഷം ഡംബൽസൊക്കെ എടുത്തിട്ടാണോ അതും അറിയില്ല. അപ്പോൾ ഡംബൽസൊക്കെ ഡെയിലി ഇപ്പോൾ എടുത്ത് അങ്ങനെയൊക്കെ എക്സസൈസൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ സാറ്റർഡേ സൺഡേ ആകുമ്പോൾ ഇതെല്ലാം മുടങ്ങും. കാരണം രാവിലെ എണീക്കുന്നത് മുന്നിൽ എല്ലാ റുട്ടീനും തെറ്റും. അപ്പം ഞാൻ ഈവനിങ്ങിലൊരു നടത്തം, സാറ്റർഡേ സൺഡേ വെയിറ്റ് ലിഫ്റ്റിങ്ങോ ജിമ്മോ പരിപാടികളോ ഒന്നുമില്ല. അപ്പം അറ്റ്ലീസ്റ്റ് ഒരു വൈകിട്ടോ രാവിലെ ഏതെങ്കിലും ഒരു നേരത്തെ ഒരു അരമണിക്കൂർ നടക്കാനെങ്കിലും ശ്രമിക്കും.
ഞങ്ങളൊന്ന് പോയിട്ട് മെല്ലെ നടന്നിട്ടൊക്കെ വരട്ടെ. അപ്പോൾ ഈവനിങ് ഒരു റൗണ്ട് നടക്കാൻ ഇറങ്ങിയതാണ്. നടന്ന് വരുന്ന വഴിക്കാണ് നമ്മുടെ കിസാൻ കണക്ട്. ഞാൻ എപ്പോഴും പോകാറില്ല, സാധാരണ ഞാൻ രാവിലെ പോകുമ്പോഴാണ് ഇത് വാങ്ങാറിട്ട്, വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ. അപ്പോൾ ഇന്നിപ്പോൾ സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട് രാവിലെ നടത്തൊന്നുമില്ല. അപ്പോൾ ഈവനിങ് ആകുമ്പോൾ വാങ്ങിച്ചു. ഇവിടെ ഇങ്ങനെ കുറേ ഇതുപോലത്തെ കട്ട് ചെയ്തതും അല്ലാത്തും ഒരുപാട് നല്ല സംഭവങ്ങൾ, ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് അതാണ് അവർ പറയണത്. പക്ഷെ അല്ല, നമുക്ക് ആ ടേസ്റ്റൊക്കെ അറിയില്ല. പിന്നെ ഒരുപാട് വെറൈറ്റി ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത 5 ദിവസത്തേക്കുള്ള ഫ്രൂട്ട്സും അതാണ് മെയിനായിട്ട്. ബേബി കോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ടിഫിനിലേക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തേക്കണല്ലോ. അപ്പോൾ അടുത്ത 5 ദിവസത്തേക്കുള്ള സാധനങ്ങളൊക്കെയാണ് മെയിനായിട്ട് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ നടന്ന് വന്നു, ഫ്രൂട്ട്സും ഇതൊക്കെ വാങ്ങിച്ചു. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, രാത്രി കുറേ നേരമായി. അത് തന്നെ രമേശേട്ടനും വിത്തുകുട്ടിക്കുള്ള ചിക്കൻ കറിയും ഫ്രൈഡ് റൈസും ഉണ്ട്. അപ്പം എനിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പറഞ്ഞല്ലോ, കുറച്ച് ഡയറ്റ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഹെൽത്തി, ഷുഗർ മാക്സിമം ഒഴിവാക്കുക, അങ്ങനത്തെ കുറച്ച്. അല്ലാതെ ഡയറ്റ് എന്ന് പറയാൻ പറ്റും. വേറെ ഫ്രൈഡ് റൈസും ചിക്കനൊക്കെ നമ്മൾ പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ പാസ്തയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എൻ്റെ എപ്പോഴും ഞാൻ സ്ഥിരം ഉണ്ടാക്കണ പനീർ പാസ്ത. പിന്നെ സിമ്പിൾ ആയിട്ടുള്ളൊരു പനീർ പാസ്ത. ഞാൻ മില്ലറ്റിൻ്റെ പാസ്ത, അന്ന് ഞാൻ ഒരു ഷോർട്ട്സ് ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചു പാസ്ത അതിന് ഹെൽത്തി ആണോ എന്ന്. പാസ്ത ഹെൽത്തിയാണ്, മൈദയുടെ അല്ലാതെ വീറ്റിൻ്റെ കിട്ടും. പക്ഷെ വീറ്റിനേക്കാളും നല്ലത് മില്ലറ്റിൻ്റെ ആണ് കേട്ടോ. അടിപൊളി പാസ്തയാണ്, ടേസ്റ്റുമാണ്. 2 മിനിറ്റ് കുക്ക് ചെയ്താലും മതി. അപ്പോൾ പാസ്ത വലിയ കുഴപ്പമൊന്നുമില്ല, ഹെൽത്തി തന്നെയാണ്. അതിപ്പോൾ മൈദയുടെ ആണെങ്കിലും നമ്മൾ എന്നും കഴിക്കേണ്ട, എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം അതും കൂടെ ഉണ്ടാക്കട്ടെ. വേറെ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. ഇനിയിപ്പോൾ നാളെ മുതൽ പിന്നെയും സ്കൂള് തുടങ്ങി, ഓഫീസ് തുടങ്ങി. അപ്പോൾ രാവിലെ നേരത്തെ നീക്കുക. ഇനി ഒരു 5 ദിവസം ഇത് തന്നെ ബിസിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തൽക്കാലം ഞാനിവിടെ നിർത്തണം. ഇന്നിപ്പോൾ സിനിമ കാണലും കാര്യങ്ങളൊന്നുമില്ല. സലാർ വന്നിട്ടുണ്ടായിരുന്നു, അത് പകുതി കണ്ട് ബാക്കി പിന്നെ കാണാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഏതോ സിനിമ, നമ്മളെപ്പോഴും സിനിമേനെ പറ്റി പറയൂലോ, അതുകൊണ്ടാണ്. വേറെ ഏതോ ഒരു സിനിമയും കൂടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, വീരൻ പുറകിൽ നിന്ന് മാരൻ. അത് കുറച്ച് പഴയ സിനിമയാണോ? മാവീരൻ. അതെനിക്ക് ഇഷ്ടമായി കേട്ടോ. പിന്നെ ഏതാ നമ്മൾ കണ്ട്? അതിന്റെ ശേഷം എപ്പോഴും വീരൻ പുറകിൽ നിന്ന് വരുന്നത് നമ്മുടെ ഒരു മുൻകൂട്ടി അറിയാൻ പറ്റുന്ന സംഭവം. അത് രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ കുറച്ച് ലാഗിങ് ആണ്, എന്നാലും രസമുണ്ട്. പിന്നെ നമ്മളൊരു സിനിമ കണ്ടല്ലോ, ഷറഫുദ്ദീന്റെ ഒക്കെ തോൽവി. പിന്നെ ഒരു സിനിമ കണ്ടുട്ടോ, ഷറഫുദ്ദീന്റെ ഒക്കെ തോൽവി FC എന്ന് പറഞ്ഞിട്ട്. അത് നല്ല സിനിമ കേട്ടോ, നല്ല രസമുണ്ട്. കുറെ കാലത്തിന് ശേഷം കുറെ ചിരിച്ച് ഒരു ഭയങ്കര സുഖമുള്ള ഒരു കൂൾ ഒരു സിനിമ, ഒരു ഫീൽ ഗുഡ് സിനിമ. അപ്പൊ അത് കണ്ടോളൂ. അത് ഏതൊക്കെ ഏതിലാന്ന് മാത്രം എന്നോട് ചോദിക്കരുത്. ഒന്ന് മിത്തുവാണ് അതൊക്കെ വെക്കാൻ, നെറ്റ്ഫ്ലിക്സ് ആണോ അങ്ങനെ. അപ്പൊ അങ്ങനെ കുറെ ദിവസമായിട്ട് അങ്ങനത്തെ സിനിമകളൊക്കെ കണ്ടു. കുറെ ദിവസമായിട്ട് നമ്മുടെ സിനിമയുടെ അപ്ഡേറ്റ് ഒക്കെ കുറെ ദിവസം ഇങ്ങനത്തെ വ്ളോഗ് തന്നെ ഇട്ടിട്ട്, അതുകൊണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ സിനിമകളൊക്കെയാണ് കണ്ടത്. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.